ഹായ് വെൽക്കം ടു മാറ്റ്കം ഇന്ത്യൻ പൊളിറ്റി സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി അല്ലെങ്കിൽ റിട്ട് ജൂറിസ്ഡിക്ഷൻ, റിട്ടുകളെ പറ്റിയാണ്. സോ ഏത് കോമ്പറ്റേറ്റീവ് എക്സാം എടുത്താലും ജനറൽ നോളജിനകത്ത് ഇന്ത്യൻ പൊളിറ്റി പാർട്ടിലെ വൺ എമംഗ് ദി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ആണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. S3 KT S3 കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ എന്ന് പറയുന്ന പേപ്പറിലെ വൺ എമംഗ് ദി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ആണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡി അല്ലെങ്കിൽ റിട്ട് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. സോ ഇതിനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണും. ഒരു വീഡിയോയിൽ 2 വീഡിയോ ആയിട്ട് നമ്മൾ ഇത് ഫിനിഷ് ഔട്ട് ചെയ്യുന്നുണ്ടാവും. സോ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷറിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് ആർട്ടിക്കിൾ 32 ആണ്. ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത് നമുക്കറിയാം എന്ന് പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ പാർട്ടാണ്. ഇറ്റ് ഈസ് എ ഫണ്ടമെന്റൽ ആർട്ടിക്കിൾ 32 റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ്. അതിനകത്ത് എനി ഇൻഡിവിജ്വൽ ക്യാൻ അപ്രോച്ച് ദ സുപ്രീം കോർട്ട്. ഏതെങ്കിലും ഒരാളുടെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാളുടെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇക്വാലിറ്റി ആവാം, ഫ്രീഡം ആകാം, റൈറ്റ് ടു റിലീജിയൻ ആവാം, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആവാം, ലിംഗ്വിസ്റ്റിക് റൈറ്റ്സ് ആവാം, ഏതെങ്കിലും ഒരു ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫണ്ടമെന്റൽ റൈറ്റ് എൻഫോഴ്സ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏതൊരു ഇൻഡിവിജ്വലിനും വേണമെങ്കിലും സുപ്രീം കോർട്ട് അതിനെ അപ്രോച്ച് ചെയ്യാം. So that is given in the Article 32 of the Constitution, that is called a right to constitutional remedy. Article 32 നമ്മൾ പറയുന്നത് it is known as very heart and very soul of the Indian Constitution. Very heart and very soul of the Indian Constitution. Very heart and very soul of the Indian Constitution എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ 32 ആണ്. ആർട്ടിക്കിൾ 32 അറിയപ്പെടുന്ന മറ്റൊരു പേര് കൂടിയുണ്ട്. ആർട്ടിക്കിൾ 32 അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് blueprint of the Indian Constitution. That is known as the blueprint of the Indian Constitution. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 32 ആണ്. ആർട്ടിക്കിൾ 32 ആണ് ബേസിക്കലി സ്പീക്കിംഗ് നമ്മൾ പറഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ അല്ലെങ്കിൽ പൗരന്മാരുടെ അവകാശങ്ങളെ കൃത്യമായിട്ട് നിലനിർത്തുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിഗ്നിഫിക്കന്റ് ആയിട്ട് റോള് വഹിക്കുന്ന ഒരു സാധനമാണ് ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 32 കൊടുക്കുന്ന അത്രയും വാല്യൂ അല്ലെ ആർട്ടിക്കിൾ 32 കൊടുക്കുന്നതിന് പവർ വേറെ ഏതെങ്കിലും ആണ് കൊടുക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് പറ്റത്തില്ല. ആർട്ടിക്കിൾ 32 സുപ്രീം കോർട്ട് ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് അണ്ടർ സുപ്രീം കോടതി ആർട്ടിക്കിൾ 32 ഹാസ് ബീൻ മെൻഷൻഡ് അണ്ടർ ബേസിക് ഫീച്ചർ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ബേസിക് ഫീച്ചർ ആയിട്ടാണ് ആർട്ടിക്കിൾ 32 മെൻഷൻ ചെയ്തിരിക്കുന്നത്. എന്താണ് ബേസിക് ഫീച്ചർ എന്നുള്ളത് നമ്മൾ കേശവാനന്ദ ഭാരതി കേസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണുന്നത്. ബേസിക് ഫീച്ചർ എന്ന് പറയുന്നത് ഒരു ജുഡീഷ്യൽ ആയിട്ട് വന്നു കഴിഞ്ഞ ഒരു ഇന്റർപ്രിട്ടേഷൻ ആണ് കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം. ആ ഇന്റർപ്രിട്ടേഷൻ വന്നെന്ന് പറയുന്നത് കേശവാനന്ദ ഭാരതി കേസ് 1973 കേശവാനന്ദ ഭാരതി കേസിനകത്ത് സുപ്രീം കോടതി കൊണ്ടുവന്ന ഒരു ഐഡിയാണ് ബേസിക് ഫീച്ചർ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് അതിനകത്ത് പറയുന്ന ഇത്രയും മാത്രമേ ഉള്ളൂ, നമുക്കിപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എന്ത് അമെന്റ്മെന്റുകളോ എന്ത് ചേഞ്ചുകളോ വരുത്താം. പക്ഷേ ചേഞ്ചുകൾ അമെന്റ്മെന്റുകൾ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് ഫീച്ചറിനെ ചേഞ്ച് ചെയ്യാനോ ഓൾട്ടർ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ്ലി ഇമ്പാക്ട് ചെയ്യാനോ പാടില്ല. അതാണ് ബേസിക് ഫീച്ചർ. ബേസിക് ഫീച്ചർ എന്താ നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ടാവും. സോ നമ്മൾ ഫോർ എക്സാമ്പിൾ ഈ ആർട്ടിക്കിൾ 32 അനുസരിച്ച് നമ്മൾ പറഞ്ഞു റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡി പറഞ്ഞു. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വ്യക്തിയുടെ ഫണ്ടമെന്റൽ റൈറ്റുകൾ വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിനെ അപ്രോച്ച് ചെയ്ത് കഴിയുമ്പോൾ സുപ്രീം കോർട്ട് ക്യാൻ ഇഷ്യൂ ദ റിട്ട്. സുപ്രീം കോടതിക്ക് റിട്ട് ഇഷ്യൂ ചെയ്യാനുള്ള അവകാശത്തെ നമ്മൾ പറയുന്ന പേരാണ് റിട്ട് ജൂറിസ്ഡിക്ഷൻ ഓഫ് ദി സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ടിന് റിട്ടുകൾ ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള അവകാശം, ദാറ്റ് ഈസ് കോൾഡ് റിട്ട് ജൂറിസ്ഡിക്ഷൻ ഓഫ് ദി സുപ്രീം കോർട്ട്. അപ്പൊ അങ്ങനെ സുപ്രീം കോടതിക്ക് റിട്ടുകൾ ഇഷ്യൂ ചെയ്യേണ്ടി പറ്റും. അങ്ങനെ സുപ്രീം കോടതിക്ക് 5 തരം റിട്ടുകളാണ് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നത്. വൺ ഈസ് കോൾഡ് ഹേബിയസ് കോർപ്പസ്, സെക്കൻഡ് വൺ ഈസ് കോൾഡ് മാൻഡമസ്, തേർഡ് വൺ ഈസ് കോൾഡ് പ്രോഹിബിഷൻ, ഫോർത്ത് വൺ ഈസ് കോൾഡ് സെർഷ്യറി ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ് കോൾഡ് ക്യൂവോ വാറന്റോ. ദ നെയിംസ് ആർ വെരി ഇമ്പോർട്ടന്റ്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, prohibition, certiorari and quo warranto. 5 writs can be issued by the Supreme Court. Then, ഫോർ എക്സാമ്പിൾ ഒരാളുടെ ഫണ്ടമെന്റൽ റൈറ്റ് നമ്മൾ വയലേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്ക് വേണമെങ്കിലും സുപ്രീം കോടതിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റും. സോ usual normal circumstances, the right to approach or right to move to the Supreme Court shall not be suspended except otherwise provided by the Constitution. എവിടെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? അതായത് നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്തിരിക്കുന്ന സമയത്ത് ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സുപ്രീം കോടതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. എപ്പോ ദ പ്രസിഡന്റ് ക്യാൻ സസ്പെൻഡ് റൈറ്റ് ടു മൂവ് എനി കോർട്ട് ഓഫ് എൻഫോഴ്സ്മെന്റ് ഓഫ് ദി ഫണ്ടമെന്റൽ റൈറ്റ്. അതായത് ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ അപ്രോച്ച് ചെയ്യാനായിട്ടുള്ള അധികാരത്തെ പ്രസിഡന്റ് സസ്പെൻഡ് ചെയ്തിരിക്കും. പ്രസിഡന്റ് എപ്പോഴാണ് സസ്പെൻഡ് ചെയ്തത്? നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്ത സമയത്ത്. എന്താണ് നാഷണൽ എമർജൻസി, എങ്ങനെയാണ് നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതോ നമുക്കതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ കാണാവുന്നതാണ്.
സോ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നതനുസരിച്ച് പ്രസിഡന്റിന്റെ നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്തിരിക്കുന്ന സമയത്ത് ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്തു അല്ലെങ്കിൽ ഫണ്ടമെന്റൽ എൻഫോഴ്സ് ചെയ്ത് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾക്ക് കോർട്ടിൽ പോകാൻ അവകാശത്തെ സസ്പെൻഡ് ചെയ്യാനായിട്ട് വരും. ആ സമയത്തൊഴിച്ച് ബാക്കി ഏത് സമയത്ത് വേണമെങ്കിലും കോടതിയെ അപ്രോച്ച് ചെയ്യാനായിട്ടുള്ള അവകാശം എന്ന് പറയുന്നത്, കോടതി ഫണ്ടമെന്റൽ റൈറ്റ് എൻഫോഴ്സ് ചെയ്ത് കിട്ടണമെന്ന് അവകാശം കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അപ്രോച്ച് ചെയ്യാനുള്ള അവകാശം ഏതൊരു ഇന്ത്യൻ പൗരനും ഉണ്ട്. So, regarding the enforcement of the fundamental right, so the jurisdiction of the Supreme Court is original. Why it is called original? നമ്മൾ ഈ ഒറിജിനൽ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാനുള്ള കാരണം, യൂഷ്വലി നമ്മളിപ്പോൾ ഒരു കോർട്ടിലെ പ്രൊസീജിയർ എടുത്താൽ, കോർട്ടിലെ പ്രൊസീജിയർ ഫോർ എക്സാമ്പിൾ നമ്മൾ കേസ് പോയി നമ്മുടെ മജിസ്ട്രേറ്റ് കോർട്ടിലാണ് പോയെങ്കിൽ മജിസ്ട്രേറ്റ് കോർട്ട് വന്നു, മജിസ്ട്രേറ്റ് കോർട്ടിൽ നിന്ന് വിധി വന്നു, അപ്പം നമ്മൾ അതിന്റെ അപ്പീൽ ഡിസ്ട്രിക്ട് കോർട്ടിൽ പോയി, അവിടെ നിന്ന് അപ്പീൽ വന്നു, നമ്മൾ നേരെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ പോയി, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ പോയി, പിന്നെ അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അവിടെ നേരെ പിന്നെ സുപ്രീം കോർട്ടിൽ പോയി. പക്ഷേ ഈ ഒരു പ്രൊസീജിയറിലാണ് നമ്മൾ കോർട്ടിനെ അപ്രോച്ച്. ചില കേസുകൾക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എവിടെയാണ് ഹൈക്കോടതിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റും. ബട്ട് ഈ ഒരു കേസിന്റെ പ്രത്യേകത, ഫോർ എക്സാമ്പിൾ ഫണ്ടമെന്റൽ റൈറ്റുകൾ എൻഫോഴ്സ് ചെയ്ത് കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് അപ്രോച്ച് ചെയ്യണമെങ്കിൽ ആ സമയത്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സുപ്രീം കോടതിയെ അപ്രോച്ച് ചെയ്യാം, നോട്ട് നെസസറി ബൈ ദ വേ ഓഫ് അപ്പീൽ. അതായത് അപ്പീലിന്റെ വേയിൽ പോകണമെന്നില്ല, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സുപ്രീം കോടതിയെ അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റും. ആ അപ്രോച്ച് ചെയ്യാനുള്ള അവകാശം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത് എന്താണ്, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യത്തെ so it is an original jurisdiction എന്ന് വിളിക്കണം. Directly we can approach the Supreme Court. That is why it comes under the original jurisdiction of the Supreme Court. It will come under original jurisdiction of the Supreme Court. കാരണം സുപ്രീം കോടതിയിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാനായിട്ട് പറ്റും, ബൈ മീൻസ് ഓഫ് അപ്പീലിൽ തന്നെ പോകണമെന്ന് നിർബന്ധമില്ല. Then it is not an exclusive. It is not exclusive. It is concurrent with the jurisdiction of the High Court under Article 226. കാരണം ഒരാളുടെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾക്ക് സുപ്രീം കോടതിയിൽ മാത്രമല്ല പോകാൻ പറ്റുന്നത്, അയാൾക്ക് ഹൈക്കോടതിയിലും പോകാനായിട്ട് പറ്റും. ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും ഈ ഒരു കാര്യത്തിൽ തുല്യ അധികാരമുണ്ട്. സോ ഇറ്റ് ഈസ് എ കൺകറന്റ് പവർ ബിറ്റ്വീൻ ദ സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്. It's a concurrent power between the Supreme Court and High Court in order to issue the writ. Writ issue ചെയ്യാനുള്ള അവകാശം എന്ന് പറയുന്നത് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും കൺകറന്റ് രണ്ടുപേർക്കും അതേ അവകാശമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ കൺകറന്റ് പവർ. നമ്മൾ കൺകറന്റ് ലിസ്റ്റ് എന്താ, സ്റ്റേറ്റ് ഗവൺമെന്റിന് നിയമം ഉണ്ടാക്കാം, സെൻട്രൽ ഗവൺമെന്റിന് നിയമം ഉണ്ടാക്കാം. സോ ഇറ്റ് ഈസ് ലോ കമ്പണ്ട് കൺകറന്റ്. ഇൻ ദ സെയിം വേ ഈ ഒരു കാര്യത്തിൽ ജൂറിസ്ഡിക്ഷൻ സുപ്രീം കോടതിനുമുണ്ട് ഹൈക്കോടതിനുമുണ്ട്. സുപ്രീം കോടതിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് ആർട്ടിക്കിൾ 32 അനുസരിച്ചും, ഹൈക്കോടതിയെ നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് ആർട്ടിക്കിൾ 226 അനുസരിച്ചുമായിരിക്കും. That is only the difference. Why it is not exclusive? Exclusive means we can only approach to Supreme Court. Supreme Court മാത്രമാണ് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നമുക്ക് അത് എക്സ്ക്ലൂസീവ് അല്ല. കാരണം it can have a concurrent right with both the Supreme Court as well as the High Court. So if any fundamental rights are violated over there, aggrieved party can approach either to Supreme Court or either to High Court directly. That is the point. Okay. സോ നമ്മൾ ഈ വീഡിയോയിൽ എന്താണ് ആർട്ടിക്കിൾ 32 എന്ന് പറഞ്ഞു, ആർട്ടിക്കിൾ 32ന്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് പറഞ്ഞു, ഏതൊക്കെ റിട്ടുകളാണ് സുപ്രീം കോടതിക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞു. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്താണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റിട്ടുകളുടെ വ്യത്യാസം എന്താണ് ഇവയൊക്കെ ഡീറ്റെയിലുകൾ നമ്മൾ കാണുന്നത്. സോ ഐ തിങ്ക് എക്സ്പ്ലനേഷൻ വാസ് വെരി ക്ലിയർഫുൾ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതലായിട്ട് ഡീറ്റെയിലിംഗ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയുക, അതിന് നമ്മൾ ഫർദർ എക്സ്പ്ലനേഷൻ തരുന്നതോ. ഇന്ത്യൻ പൊളിറ്റിയുമായി ബന്ധപ്പെട്ടോ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ടോ റീസണിങ്ങുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും ഡൗട്ടുകളോ ക്ലാരിഫിക്കേഷനോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഡിഫറെന്റ് പ്ലേലിസ്റ്റുകൾ നമ്മുടെ ചാനൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്കിൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതുകൂടെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ വി ഹാവ് ഡിഫറെന്റ് വീഡിയോസ് അസോസിയേറ്റഡ് വിത്ത് ക്ലാസ് 10 +1 +2 കെമിസ്ട്രി മാത്തമാറ്റിക്സ് ഫിസിക്സ് topic. You can check out that also. You can share with your younger ones, siblings and all those things. You can share with the people those who are intended to learn more. There are various playlists are available. നമ്മളത് വേരിയസ് പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ പല കാറ്റഗറി ഓഫ് ആൾക്കാരെ സാറ്റിസ്ഫൈ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. സോ ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, പ്ലീസ് ലൈക്ക് ടു ദിസ് പെർട്ടിക്കുലർ വീഡിയോ, പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ, പ്ലീസ് കമന്റ് upon what do you think about us. Keep watching, keep learning. Thanks for watching. Bye.